Hi students, നമ്മൾ ഇന്ന് ഹോട്ട് ആൻഡ് കോൾഡ് ആപ്ലിക്കേഷൻ്റെ ഒരു സെക്ഷനാണ് നോക്കാൻ പോകുന്നത്. എന്താണ് ഹോട്ട് ആൻഡ് കോൾഡ് ആപ്ലിക്കേഷൻ? ഇറ്റ് ഈസ് എ തെറാപ്യൂട്ടിക് ട്രീറ്റ്മെൻറ്റ് ഓഫ് ബോഡി ടിഷ്യൂസ് യൂസിങ് തെർമൽ ഗ്രേഡിയൻസ് ടു റെഡ്യൂസ് പെയിൻ, സ്വെല്ലിംഗ്, മസിൽ സ്പാസം, സ്റ്റിഫ്നെസ് ആൻഡ് ആക്സിലറേറ്റ് നാച്ചുറൽ റിക്കവറി. അതായത് തെർമൽ ഗ്രേഡിയൻസ്, അതായത് ഇപ്പം നമുക്ക് ടെമ്പറേച്ചർ കൂടിയതായ ഹീറ്റ് ആപ്ലിക്കേഷൻസും അതേപോലെ തന്നെ ടെമ്പറേച്ചർ കുറവായ കൂൾ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കോൾഡ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന പെയിൻസ്, സ്വെല്ലിങ്, മസിൽ സ്പാസം, സ്റ്റിഫ്നെസ്, അതേപോലെ തന്നെ ഇതൊക്കെ മാറ്റി ഒരു നാച്ചുറൽ റിക്കവറി, അതായത് ഒരു മെഡിക്കേഷൻ കണ്ടീഷനിലോട്ടൊന്നും പോകാതെ, അതിലൊരു മെഡിസിൻ അഡ്മിനിസ്ട്രേഷനോ അല്ലെങ്കിൽ വേറെ രീതിയിലും പോകാതെ ഈ ഒരു തെർമൽ ഗ്രേഡിയൻസ് യൂസ് ചെയ്തിട്ട് നാച്ചുറലി റിക്കവർ ആകുന്ന ഒരു ടൈപ്പ് ഓഫ് തെറാപ്യൂട്ടിക് ട്രീറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഹോട്ട് ആൻഡ് കോൾഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഹീറ്റ് തെറാപ്പിയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് മസ്കുലോസ്കെൽറ്റൽ പെയിൻസ് അല്ലെങ്കിൽ ലോക്കൽ പെയിൻസ് ഒക്കെ എലിവേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ എൻഹാൻസ് ലോക്കൽ ബ്ലഡ് സപ്ലൈ ആൻഡ് ഓക്സിജനേഷൻ. നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നതിലൂടെ ലോക്കൽ ബ്ലഡ് സപ്ലൈയും അതേപോലെ തന്നെ ഓക്സിജനേഷനും എൻഹാൻസ് ചെയ്യുക. പിന്നെന്താ, ജോയിന്റ് സ്റ്റിഫ്നെസ്സും മസിൽസിനൊക്കെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുക. പിന്നെ ആബ്സസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പസിന്റെ ഡ്രെയിനേജ് പ്രൊമോട്ട് ചെയ്യും. അതേപോലെ തന്നെ മസിൽ സ്പാസം കാരണം ഉണ്ടാകുന്ന പെയിൻഫുൾ ആയിട്ടുള്ള മസിൽ സ്പാസം ഒക്കെ മിനിമൈസ് ചെയ്യാനും ആര് സഹായിക്കും? ഹീറ്റ് തെറാപ്പിയിലൂടെ നമുക്ക് സഹായിക്കും. അടുത്ത കോൾഡ് തെറാപ്പിയാണ്. കോൾഡ് തെറാപ്പി നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ സ്കിന്നിന്റെ ടെമ്പറേച്ചർ, അതായത് ഇപ്പോൾ പനി വരുമ്പോൾ നമ്മൾ എന്തായാലും ചൂട് വെച്ച് തുടയ്ക്കാനോ അല്ലെങ്കിൽ തലയിൽ തുടി വെച്ച് ഇതാക്കാനോ ഒന്നും പോകുന്നില്ല. അപ്പം നമ്മൾ എന്താ യൂസ് ചെയ്യുക? കോൾഡ് ആപ്ലിക്കേഷൻസ് ആണ് അവിടെ യൂസ് ചെയ്യുക. നമ്മുടെ സ്കിൻ ടെമ്പറേച്ചർ ലോവർ ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലോവർ ആവാൻ വേണ്ടി കോൾഡ് തെറാപ്പി യൂസ് ചെയ്യും. അതേപോലെ തന്നെ എഡിമ, സ്വെല്ലിങ്, അക്യൂട്ട് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസ് ഒക്കെ റെസ്ട്രിക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? കോൾഡ് തെറാപ്പി യൂസ് ചെയ്യും. ലോക്കൽ അനസ്തേഷ്യ, അതായത് സിവിയർ പെയിൻ, ഒരു സിവിയർ പെയിൻ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ കോൾഡ് തെറാപ്പി നമ്മളെ സഹായിക്കും. പിന്നെന്താ, ഫോക്കൽ ഹെമറേജ്, അതായത് ബ്ലീഡിങ് കുറയ്ക്കാൻ. നമുക്കറിയാം, നമ്മൾ ബ്ലീഡിങ് ഉണ്ടാവുമ്പോൾ നമ്മൾ ഐസൊക്കെ വെക്കാൻ പറയില്ലേ, അതാണ് പറയുന്നത്. ബ്ലീഡിങ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ആര് സഹായിക്കുന്നുണ്ട്? കോൾഡ് തെറാപ്പി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെല്ലുലാർ ഓക്സിജൻ, അതായത് ഇഞ്ചുറിക്ക് ശേഷം സെല്ലുലാർ ഓക്സിജൻ ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? ലിമിറ്റ് ചെയ്യാനും ആര് സഹായിക്കുന്നുണ്ട്? കോൾഡ് തെറാപ്പി സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ രണ്ടിലും പറയാനുള്ളത്. ഇനി ഇതിന്റെ ഫിസിയോളജിക്കൽ പ്രിൻസിപ്പിൾസ്, അതായത് എങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്, ഇപ്പം കോൾഡ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഹീറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴോ എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്, അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി ഫസ്റ്റ് വൺ, നമ്മൾ ഹീറ്റാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്നത്, നമ്മൾ ഒരു ഹീറ്റ് നമ്മുടെ ബോഡി പാർട്ടിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസ് എന്ത് ചെയ്യും? നോർമലിൽ നിന്നും എന്ത് ചെയ്യും? ഒന്നുകൂടെ ഡയലേറ്റ് ആവും, അതായത് വികസിക്കും. അപ്പോൾ ഈ വികസിക്കുന്നതിലൂടെ അങ്ങോട്ടത്തേക്ക് റാപ്പിഡ് ബ്ലഡ് ഫ്ലോ ഉണ്ടാകും. അതേപോലെ തന്നെ എന്തുണ്ടാവും? ഒരു ഓക്സിജൻ സപ്ലൈ നമുക്ക് നല്ല പോലെ കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു പറഞ്ഞിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. സർക്കുലേഷനും അതേപോലെ തന്നെ നമ്മുടെ മസിൽസിന്റെ സ്റ്റിഫ്നെസ് ഒക്കെ റിലാക്സ് ആവും. പിന്നെ കണക്റ്റീവ് ടിഷ്യൂസിന് ഒരു ഇലാസ്റ്റിസിറ്റി ഇൻക്രീസ് ആവാനൊക്കെ ഉള്ളൊരു ചാൻസസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ വാസോ ഡയലേഷൻ എന്ന് പറയുന്നത്. ഹീറ്റ് ആപ്ലിക്കേഷനിലൂടെ അവിടെ നടക്കുന്ന ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അവിടുത്തെ നടക്കുന്ന ഒരു തിയറി എന്ന് പറയുന്നത് വാസോ ഡയലേഷൻ ആണ്. ഓക്കെ, വെസൽസ് ഒക്കെ ഡയലേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ കോൾഡ് ആപ്ലിക്കേഷൻ ആണ് കൊടുക്കുന്നെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ്, അതായത് വെസൽസ് ഒക്കെ എന്താവും? കൺസ്ട്രിക്റ്റ് ആവും, അതായത് ചുരുങ്ങും. അപ്പൊ എന്ത് ചെയ്യാം? അങ്ങനെയാണ് ബ്ലീഡിംഗ് ഒക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ കോൾഡ് വെക്കുന്നത്. ഇപ്പം തണുത്തത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ബ്ലഡ് വെസൽസ് ഒക്കെ ചുരുങ്ങും അല്ലെങ്കിൽ കൺസ്ട്രിക്റ്റ് ആവുന്ന സമയത്ത് ബ്ലീഡിങ് സ്റ്റോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ വാസോ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ വെസൽസ് കൺസ്ട്രിക്റ്റ് ആയി പോകുക എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പെയിൻ ബ്ലോക്ക് ചെയ്യും. അതായത് ആ ഒരു നമ്മൾ ഐസ് അല്ലെങ്കിൽ നമ്മൾ കോൾഡ് വെക്കുന്ന സമയത്ത് ആ ഒരു അത്രയും ഏരിയ എന്താവും? നംനെസ് ആയി പോകും. അതായത് സെൻസേഷൻ കുറവായില്ലെങ്കിൽ നമുക്ക് ആ ഒരു പെയിൻ, ആ ഒരു സെൻസ് നമുക്ക് ഉണ്ടാവില്ല, ആ ഒരു സെൻസേഷൻ നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മൾ ഒരു അനാൽജസിക് റിലീഫ് ഒക്കെ നമുക്ക് കോൾഡ് തെറാപ്പിയിൽ നിന്ന് കിട്ടുന്നത്. ഐസ് ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ ബ്രാൻഡ് ന്യൂ സ്ട്രെയിൻസ് ആൻഡ് സ്ട്രെയിൻസ്, മൈഗ്രെയിൻസ് ആൻഡ് അക്യൂട്ട് ഫ്ലെയർ അപ്സ്. അതായത് നമ്മൾ സ്ട്രെയിൻസിനും സ്ട്രെയിൻസിനും മൈഗ്രെയിൻസിനൊക്കെ ഐസ് ആണ് ഇപ്പോൾ പ്രൈമർലി യൂസ് ചെയ്യുന്നത്. ഹീറ്റ് ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ ക്രോണിക് ജോയിന്റ് പെയിൻ അല്ലെങ്കിൽ സ്പൈനൽ പെയിൻ, ആർത്രൈറ്റിസ്, മസിൽ റിലാക്സേഷൻസ് ഒക്കെയാണ് നമ്മൾ ഹീറ്റ് പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഡ്രൈ വേഴ്സസ് മോയ്സ്റ്റ്. അതായത് ഡ്രൈ
ആപ്ലിക്കേഷൻസും ഉണ്ട്, മോയിസ്റ്റ് ആപ്ലിക്കേഷൻസും ഉണ്ട്. അതിനൊരു ക്ലാസിഫിക്കേഷനാണ്. ഡ്രൈ ഹീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിലെന്താ ഡയറക്റ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അതായത് മോയിസ്ചർനെസ് ഒന്നുമില്ലാതെ ഡയറക്റ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നമ്മൾ ഡ്രൈ ഹീറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഹോട്ട് വാട്ടർ ബാഗ്, ഹീറ്റിംഗ് പാഡ്, ഇലക്ട്രിക്കൽ തെർമൽ ബ്ലാങ്കറ്റ്, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. ഓക്കെ, ഈസി ഡിപ്ലോയ്മെന്റ്, അതായത് ഈസി ആയിട്ട് നമുക്ക് ആപ്ലിക്കബിൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഒരു റിസ്ക്, അതായത് സ്കിന്നിന് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളൊരു റിസ്ക് നമുക്ക് കുറയ്ക്കാനും പറ്റും. ഓക്കെ, അടുത്ത മോയിസ്റ്റ് ഹീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഹീറ്റ് കമ്പൈൻഡ് വിത്ത് മോയിസ്ചർ. എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹോട്ട് കംപ്രസ്, അതായത് നമ്മൾ ചൂടൊക്കെ വെക്കത്തില്ലേ, അപ്പോൾ ഒരു മോയിസ്ചർനെസ് കൂടെ അവിടെ വരികയല്ലേ, അപ്പോൾ അതാണ് നമ്മുടെ മോയിസ്റ്റ് ഹീറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഹോട്ട് കംപ്രസ്, ഹോട്ട് ഫോമെന്റേഷൻ. ഓക്കെ, ഹോട്ട് ഫോമെന്റേഷൻ, സിറ്റ്സ് ബാത്ത് ഒക്കെ എന്താണ് മോയിസ്റ്റ് ഹീറ്റ് ആപ്ലിക്കേഷൻസ് ആണ്. സ്റ്റീം ഇൻഹലേഷൻ, നമ്മൾ ആവി പിടിക്കുന്നതും എന്താണ് ഒരു മോയിസ്റ്റ് ഹീറ്റ് ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, ഇത് എന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പായിട്ടുള്ള ഒരു ടിഷ്യൂ പെനിട്രേഷൻ, അതായത് ഈ ഹീറ്റ് ഡീപ്പായിട്ട് നമ്മുടെ ടിഷ്യൂസിലേക്ക് ഒരു തുളച്ച് ചെല്ലും, ആ ഒരു ലൈക്ക് ഓഫ് സയൻസ് ആണ് മോയിസ്റ്റ് ഹീറ്റ് ആപ്ലിക്കേഷൻസിനുള്ളത്. അതേപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ടൊരു പെയിൻ എലിവേഷൻസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അടുത്തത് ഡ്രൈ കോൾഡ് ആപ്ലിക്കേഷൻ ആണ്. എന്താണ് കോൾഡ് ട്രാൻസ്ഫർ ആയിരിക്കും. ഡ്രൈ ആയിട്ടുള്ള ബാഗ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക കോൾഡ് ട്രാൻസ്ഫർ ചെയ്യുക. ഇതിന് എക്സാമ്പിൾസ് ആണ് ഐസ് ബാഗ്, ഐസ് ക്യാപ്പ്, തെറാപ്യൂട്ടിക് ആയിട്ടുള്ള കോൾഡ് ജെൽ പാക്ക് ഉണ്ട്. ഓക്കെ, അതൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് ക്ലീൻ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ക്ലീൻ ആയിട്ടായിരിക്കും അത് നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുക. അതേപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കോൾഡ് റിട്ടൻഷൻ ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ കംഫർട്ടബിൾ ആണ്, പേഷ്യൻറ്റും നമ്മളും കംഫർട്ടബിൾ ആയിരിക്കും. ഇനി മോയിസ്റ്റ് കോൾഡ് ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ കോൾഡ് കമ്പൈൻഡ് വിത്ത് മോയിസ്ചർ ആയിട്ടായിരിക്കും നമ്മൾ ആപ്ലിക്കബിൾ ചെയ്യുന്നുണ്ടാവുക. കോൾഡ് വെറ്റ് കംപ്രസ്, കോൾഡ് സ്പഞ്ച് ബാത്ത്, കൂളിംഗ് ബ്ലാങ്കറ്റ് ഒക്കെയാണ് മോയിസ്റ്റ് കോൾഡ് ആപ്ലിക്കേഷൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. റാപ്പിഡ് ആയിട്ടുള്ളൊരു ഹീറ്റ് ട്രാൻസ്മിഷൻ അവിടെ ഉണ്ടാകും. അതേപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ ബോഡി കൂളാവാനും ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ ഇൻഡിക്കേഷൻസ്, നമ്മൾ എപ്പോഴൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഹീറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്രോണിക് ആയിട്ടുള്ള മസ്കുലോ സ്കെലറ്റൽ മസിൽ സ്പാസം ഉള്ളപ്പോഴും, ജോയിന്റ് സ്റ്റിഫ്നെസ്, ആർത്രൈറ്റിസ്, ലോക്കലൈസ്ഡ് ബാക്ക് പെയിൻ ഒക്കെ ഉള്ളപ്പോഴും, അതേപോലെ തന്നെ പെൽവിക് പെയിൻ, മെൻസ്ട്രുവൽ ക്രാമ്പിംഗ് ഒക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ ഹീറ്റ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ആപ്സസ് ഡെവലപ്മെന്റ്, അതായത് പഴുപ്പൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ആപ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്താണ് ചെയ്യുക ഹീറ്റ് ആപ്ലിക്കേഷൻസ് ആണ് കൊടുക്കുക. പിന്നെ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോണിക് ലോക്കൽ ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ്, ലോക്കൽ എന്തെങ്കിലും ഒരു ക്രോണിക് ഒരു ലോങ് പീരീഡിൽ ഒരു ലോക്കൽ ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഹീറ്റാണ് അപ്ലൈ ചെയ്യുക. അടുത്തത് കോൾഡ് ആപ്ലിക്കേഷൻ എപ്പോഴൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്മീഡിയറ്റ് പോസ്റ്റ് ട്രോമ സ്ട്രെയിൻസ്, ജോയിന്റ് ഇഞ്ചുറീസ് ഒക്കെ അപ്പോഴൊക്കെയാണ് നമ്മൾ കോൾഡ് ആപ്ലിക്കേഷൻ വെക്കുക. അതേപോലെ തന്നെ അക്യൂട്ട് ആയിട്ടുള്ള സോഫ്റ്റ് ടിഷ്യൂ സ്വെല്ലിങ്, ഹെമറ്റോമ പ്രിവെൻഷൻ, അതായത് നമ്മൾ ബ്ലീഡിങ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി. പിന്നെ സിവിയർ ആയിട്ടുള്ള ലോക്കലൈസ്ഡ് ഹെഡ് ഏക്കിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സിസ്റ്റമിക് ആയിട്ടുള്ള ഹൈ ഫീവേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. പിന്നെ നോസ് ബ്ലീഡിങ്സ്, ഇപ്പോൾ എപ്പിസ്റ്റാക്സിസ് എന്നാണ് നോസ് ബ്ലീഡിങ്ങിന് വേറൊരു പേര്. ആ സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട് ഐസ് ബാഗ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പെട്ടെന്ന് തന്നെ ആ ഒരു ബ്ലഡ് ആ ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ മൈനർ ആയിട്ടുള്ള അക്യൂട്ട് ബേൺസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് കോൾഡ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്തത് കോൺട്രാ ഇൻഡിക്കേഷൻസ് ആണ്. എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യരുതാത്തത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഹോട്ട് ആപ്ലിക്കേഷൻ ആണ്. അക്യൂട്ട് ട്രോമാസ്, അതായത് പെട്ടെന്നുള്ള മുറിവ്, ഇപ്പോൾ ഒരു മുറിവുണ്ടായി അതൊരു 24 to 48 hours നമ്മൾ എന്ത് ചെയ്യരുത് ഹീറ്റ് ആപ്ലിക്കേഷൻസ് കൊടുക്കരുത്, കാരണം ബ്ലീഡിങ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ആക്റ്റീവ് ആയിട്ടുള്ള ഹെമറേജിൽ നമ്മൾ എന്ത് ചെയ്യരുത് ഹീറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കരുത്. പൂർ ആയിട്ടുള്ള പെരിഫറൽ സർക്കുലേഷൻ, അതായത് തെർമൽ ബേണിന് ഒരു റിസ്ക് ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പെരിഫറൽ സർക്കുലേഷൻ പൂർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ ഹീറ്റ് ആപ്ലിക്കേഷൻസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം നമുക്ക് എന്തുണ്ടാവില്ല സർക്കുലേഷൻ കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും സെൻസേഷൻ ഫീൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഹീറ്റ് ആണോ കോൾഡ് ആണോ ഹീറ്റ് പ്രോപ്പർ ആണോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ അൺകോൺഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈപ്പോ സെൻസിറ്റീവ്, അതായത് അത്രയും സെൻസിബിൾ അല്ലാത്ത പേഷ്യൻസ് ഒക്കെ എന്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഹോട്ട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ പാടില്ല, സ്കിന്ന് ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ ഓപ്പൺ വൂൺസിലൊന്നും നമ്മൾ, അതേപോലെ തന്നെ ലോക്കലൈസ്ഡ് ബ്ലീഡിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഹോട്ട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യരുത്. അടുത്തത് കോൾഡ് ആപ്ലിക്കേഷൻ ആണ്. കോൾഡ് ആപ്ലിക്കേഷൻസ് ഇമ്പയർഡ് ആയിട്ടുള്ള ലോക്കൽ സർക്കുലേഷൻ, അതായത്
സർക്കുലേഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, കോൾഡ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യരുത്. കാർഡിയാക്ക് ഇൻസഫിഷ്യൻസി ഉള്ള പേഷ്യൻസ്, കാർഡിയാക്ക് പ്രോബ്ലം ഉള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, കോൾഡ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യരുത്. റെയ്നോൾഡ്സ് ഫിനോമിനൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, കോൾഡിനോട് ഹൈപ്പർ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബോഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, കോൾഡ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യരുത്. ഫ്രോസ്റ്റ് ബിറ്റ് ആണോ അല്ലെങ്കിൽ എന്താ ഓൾറെഡി ഇസ്കീമിക് ടിഷ്യൂ അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ കോൾഡ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യരുത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഹോട്ട് വാട്ടർ ബാഗിൻ്റെ പ്രൊസീജിയറാണ്. ഹോട്ട് വാട്ടർ ബാഗിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡോക്ടേഴ്സ് ഓർഡർ ഉണ്ടോ എന്ന് നോക്കുക. അതേപോലെ തന്നെ വാട്ടറിന് മീൻസ് ഹോട്ട് വാട്ടർ ബാഗിന് എന്തെങ്കിലും ലീക്കോ അങ്ങനെയുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. പിന്നെ വാട്ടറിന് ടെമ്പറേച്ചർ 40 to 46 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. ബോയിലിംഗ് വാട്ടർ അതായത് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. 40 to 46 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഒരിക്കലും നമ്മൾ ഫുള്ളായിട്ട് ഫില്ലപ്പ് ചെയ്യരുത്. ഒരു 2/3 ഒക്കെ ആയിരിക്കണം നമ്മൾ ഫില്ലപ്പ് ചെയ്യേണ്ടത്. പിന്നെന്താ അകത്തുള്ള എയറൊക്കെ പുറത്ത് കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടൈറ്റായിട്ട് ബാഗ് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ടവൽ വെച്ച് എന്ത് ചെയ്യുക, ഈ ബാഗ് പൊതിയുക. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യരുത്, കാരണം സ്കിന്നിന് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ഒരു ടവല് പൊതിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഹോട്ട് വാട്ടർ ബാഗ് നമ്മുടെ സ്കിന്നിലോട്ട് വെക്കാൻ. ഓക്കെ, ഒരു 5 to 10 മിനിറ്റ്സിനിടയിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്കിന്ന് എപ്പോഴും അസസ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തത് വാം കംപ്രസ് ടെക്നിക്കാണ്. വാം കംപ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഒരു ക്ലീൻ ക്ലോത്സോ അല്ലെങ്കിൽ ഒരു കംപ്രസ് ക്ലോത്തും നമ്മൾ എന്ത് ചെയ്യുക, വാം ആയിട്ടുള്ള സ്റ്റെറൈൽ വാട്ടറിൽ എന്ത് ചെയ്യുക, സോക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളത് പിഴിഞ്ഞുക, മീൻസ് അത്രയും എക്സസീവ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ സ്ക്വീസ് ചെയ്ത് കളയുക. അത് കഴിഞ്ഞിട്ട് ഏത് ഏരിയയിലായിട്ടാണോ അല്ലെങ്കിൽ ഏത് സൈഡിലോട്ടാണോ വേണ്ടതെന്നുള്ളത് കെയർഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ ഈ മീൻസ് പനിയുള്ളപ്പം തലയിൽ തുണി വെക്കത്തില്ലേ, അതുപോലെ തന്നെ ഹോട്ട് കംപ്രസ്. ഓക്കെ, അതവിടെ വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തണുക്കുമല്ലോ, ആ തുണി അങ്ങ് തണുക്കുമല്ലോ, തണുക്കുമ്പോൾ അതെടുത്ത് മാറ്റുക, പിന്നെയും ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. അതാണ് വാം കംപ്രസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അടുത്തത് ഇതാണ് വാം കംപ്രസ് ടെക്നിക്ക്. ഓക്കെ, അടുത്തത് സിറ്റ്സ് ബാത്ത് ആണ്. സിറ്റ്സ് ബാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പേഷ്യൻറ്റിൻ്റെ ബട്ടക്സും പെൽവിക് റീജിയണും ഒരു വാം വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്ന ഒരു പ്രൊസീജിയറാണ് സിറ്റ്സ് ബാത്ത് എന്ന് പറയുന്നത്. വാട്ടർ എപ്പോഴും 40 to 43 ഡിഗ്രി സെൽഷ്യസിലായിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഇത് ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പെരിനിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രോമാസ് ഉള്ളവർ, എപ്പിസോട്ടമിസി കഴിഞ്ഞിട്ടുള്ളവർ, പോസ്റ്റ് റെക്ടൽ സർജറി കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെയാണ് നമ്മൾ സിറ്റ്സ് ബാത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. 15 to 20 മിനിറ്റ്സ് മാത്രമേ നമ്മൾ പേഷ്യൻറ്റിനെ അതിനകത്ത് വയ്ക്കാൻ പാടുള്ളൂ. എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ചെയ്യുകയും വേണം. ഇനി ക്ലിനിക്കൽ സ്റ്റീം ഇൻഹലേഷൻ ആണ്. നമുക്കറിയാം ആവി പിടിക്കുന്നതാണ് സ്റ്റീം ഇൻഹലേഷൻ എന്ന് പറയുന്നത്. വാമായിട്ടുള്ള മോയ്സ്റ്റ് വേപ്പറാണ് നമ്മൾ ഡയറക്ട്ലി റെസ്പിറേറ്ററി ട്രാക്റ്റിലോട്ട് ഇൻഹെയിൽ ചെയ്ത് വിടുന്നത്. നമ്മുടെ നേസൽ കൺജഷൻസ് ഒക്കെ മാറാനും സെക്രീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ലൂസിൻ ആവാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സ്റ്റീം ഇൻഹലേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഐസ് ബാഗ് പ്രോട്ടോക്കോൾ ആണ്. ഹോട്ടലിനൊക്കെ കഴിഞ്ഞു. ഐസ് ബാഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ, ടാർഗറ്റഡ് റിഡക്ഷൻ ഓഫ് ലോക്കൽ പെയിൻ ആൻഡ് ടിഷ്യൂ എഡിമ. നമ്മൾ എന്താ ടാർഗറ്റ് ചെയ്യുന്നത്, ലോക്കൽ പെയിൻ കുറയ്ക്കാനും അതേപോലെ തന്നെ ടിഷ്യൂ എഡിമാസ് കുറയ്ക്കാനുമാണ്. ഓക്കെ, നമ്മൾ ആ ഒരു എന്താ ക്രഷ് ഐസ് ഫൈനലി ടു ഫോം എ ഹൈലി മോൾഡബിൾ ക്ലിനിക്കൽ ഷേപ്പ്. അതായത് നമ്മൾ ഐസിനെ ക്രഷ് ചെയ്യുക, ഐസ് ക്യൂബ്സ് ആയിട്ടല്ല, ഐസ് ക്യൂബ്സ് ക്രഷ് ചെയ്താണ് നമ്മൾ ബാഗിൽ വെക്കുക. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2/3 ആയിരിക്കണം നമ്മൾ ഫില്ലപ്പ് ചെയ്യേണ്ടത്. എയർ റിമൂവ് ചെയ്ത് കളയുക, അത്രയും ടൈറ്റായിട്ട് ക്യാപ്പ് അടയ്ക്കുക. ഒരു ടവല് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് കോൾഡ് സ്പഞ്ച് അല്ലെങ്കിൽ ടെപ്പിഡ് സ്പഞ്ച് ടെക്നിക്കാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം ചൂടൊക്കെ ഉള്ള പേഷ്യൻസിന്, കുഞ്ഞു പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞു മക്കൾക്ക് നമ്മൾ ടെപ്പിഡ് സ്പഞ്ച് ആണ് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഒരു ബേസിനിൽ ഫുള്ള് കൂൾ വാട്ടർ ആയിരിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കൂൾ വാട്ടർ കൊണ്ട് കൊടുക്കുക, എന്നിട്ട് ഒരു സ്പഞ്ചും കൊടുക്കാം അല്ലെങ്കിൽ ടവല് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ കണക്ക് അതിനകത്ത് മുക്കി പിഴിഞ്ഞിട്ട് എന്ത് തുടയ്ക്കാൻ വേണ്ടി പറയുക. ഓക്കെ, ഫോർഹെഡിലും നെക്കിലും ആംപിറ്റ്സിലും ഗ്രോയിൻ ഏരിയയിലൊക്കെ ത്രൂ ഔട്ട് നമ്മൾ തുടയ്ക്കാൻ പറയുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ റീചെക്ക് ചെയ്യുക. ഓക്കെ, അടുത്തത് സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ്. അതായത് നമ്മൾ ഐസ് ഒരിക്കലും ഡയറക്റ്റായിട്ട് സ്കിന്നിലോട്ട് വെക്കരുത്, സ്കിന്ന് ഡാമേജ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ 5 to 10 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, സ്കിൻ കളർ ഒബ്സർവ് ചെയ്യണം. അടുത്ത എന്താ, നമ്മൾ എന്തെങ്കിലും ഒരു പേഷ്യൻറ്റോ ഡിസ്കംഫർട്ട് തോന്നിക്കഴിഞ്ഞാൽ, അത് നംനെസ്സോ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ പെയിൽ സ്പോട്ടോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ആ തെറാപ്പി സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ടൈംസ് ആണ്. എല്ലാത്തിനും ഒരു 50 to 20 മിനിറ്റ്സ് ആണ് നമ്മളൊരു ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ടെപ്പിഡ് സ്പഞ്ചിങ്ങിലെയും കോൾഡ് സ്പഞ്ചിങ് മാത്രമേ ഉള്ളൂ. ആസ് പെർ ദി പ്രിസ്ക്രിപ്ഷൻ പോലെ, ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പോലെയാണ് നമ്മൾ ടെപ്പിഡ് സ്പഞ്ചിങ് കൊടുക്കുന്നത്. ഓക്കെ,
നമ്മൾ ഈ സ്കിൻ ഡാമേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്യൂറേഷനിൽ നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ സൈൻസ് ഓഫ് കോംപ്ലിക്കേഷൻ, എങ്ങനെയൊക്കെയാണ് നമ്മൾ കോംപ്ലിക്കേഷൻ ആയി എന്ന് അറിയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എക്സസീവ് ഹീറ്റാണ് കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ടിഷ്യൂ എന്തൊക്കെയായി മാറും, റെഡ് ആയിട്ട് മാറും. അതേപോലെ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പെയിനും ബേണിംഗ് സെൻസേഷൻസും പേഷ്യൻസിനുണ്ടാവും. പിന്നെ ഒരു ബ്ലിസ്റ്റർ ഫോം ചെയ്യും. ഇപ്പോൾ നമുക്ക് പൊള്ളുമ്പോൾ ഒരു ബ്ലിസ്റ്റർ ഫോം ചെയ്യും, ഒരു കുമിള പോലെ ഒരു ബ്ലിസ്റ്റർ ഫോം ചെയ്യും. അതേപോലെ തന്നെ ലോക്കൽ ടിഷ്യൂ ഒക്കെ ഡാമേജ് ആയിട്ട് ഇളകി വരും. ഓക്കെ, തൊലിയൊക്കെ ഇളകി വരത്തല്ലേ അത്. ഇനി കോൾഡ് ആണ് എക്സസീവ് ആയിട്ട് പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ലോക്കൽ സെൻസേഷനൊക്കെ നഷ്ടപ്പെടും, അതായത് മരവിച്ചൊരവസ്ഥയായി പോവും. അതേപോലെ തന്നെ പെയിലായിട്ടുള്ള അല്ലെങ്കിൽ സൈനോട്ടിക്, അതായത് ബ്ലൂ കളറോ അല്ലെങ്കിൽ ഒരു ക്രീം കളറൊക്കെ ആയിട്ടുള്ളൊരു സ്കിൻ ടോൺ ആയിട്ട് നമ്മുടെ ബോഡി മാറും. അതേപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള ലോക്കൽ പെയിൻസ് ഉണ്ടാവും. ടിഷ്യൂ ഒക്കെ എന്തായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്, ഡാമേജ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഫ്രോസ്റ്റ് ബൈറ്റ് ഇഞ്ചുറിയും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് എക്സസീവ് കോൾഡ് കാരണം ടിഷ്യൂസ് ഡാമേജ് ആയി പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിക്ട്ലി പെർഫോം ഹാൻഡ് ഹൈജീൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രൊസീജിയർ. നമ്മൾ എന്ത് ചെയ്യുക, പ്രൊസീജിയറിന് മുന്നേയും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാൻഡ് ഹൈജീൻ പെർഫോം ചെയ്യുക. ഓൾവേസ് കൺഫേം പേഷ്യൻറ്റ് ഐഡൻറ്റിറ്റി ആൻഡ് എക്സ്പ്ലെയിൻ പ്രൊസീജിയേഴ്സ്. പേഷ്യൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊസീജിയേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ മറക്കരുത്. പിന്നെ യൂസ് എ ഡെഡിക്കേറ്റഡ് പ്രൊട്ടക്റ്റീവ് ക്ലോത്ത് കവർ. അതായത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ബാരിയർ ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന കവർ ആണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. പിന്നെ സ്കിന്നിൻ്റെ സ്റ്റാറ്റസ് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. റെസ്പോൺസസ് ഒക്കെ എന്ത് ചെയ്യണം, ഡോക്യുമെൻറ്റ് ചെയ്യാനും നമ്മൾ മറക്കരുത്. ഓക്കെ, ഇത് നഴ്സിംഗ് ഡോക്യുമെൻറ്റേഷനാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ടൈമും ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തതും എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്തതെന്നൊക്കെ നമ്മൾ എഴുതണം. അതേപോലെ തന്നെ ഏത് സൈറ്റിലാണ് നമ്മൾ ആപ്ലിക്കബിൾ ചെയ്തത്, അതേപോലെ തന്നെ പേഷ്യൻ്റ് റെസ്പോൺസ് എന്തായിരുന്നു, സ്കിന്നിൻ്റെ ഇവാലുവേഷൻ അടക്കം നമ്മൾ ഇതിനകത്ത് എഴുതണം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ക്ലാസ് മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.